എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സണും നിങ്ങളും ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണോ ചിന്തിക്കുന്നത്? അതായത് നിങ്ങളിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ എന്താണ് ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പോഴത്തെ നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം തന്നെ ഞാൻ നിങ്ങളോട് പറയാം. ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസൊനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കുക. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. വരും. നിങ്ങളുടെ കാര്യം നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള നല്ല നല്ല കാര്യങ്ങളുണ്ടല്ലോ, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നുണ്ടായിരിക്കാം. അതായത് നിങ്ങൾ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നുണ്ട് കൂടുതലും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി അതിനെ ഓർത്ത് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് വിഷമമുണ്ടായിരിക്കാം, പക്ഷേ എപ്പോഴും അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു എനർജി അല്ല എനിക്കിവിടെ ലഭിക്കുന്നത്. മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്ത് നിങ്ങൾ അങ്ങനെ ആയിരുന്നിരിക്കാം. അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നോർത്തിട്ട് നിങ്ങൾക്ക് ഒത്തിരി വിഷമം വന്നിട്ടുണ്ടായിരിക്കാം. അത് കാരണം നിങ്ങൾ ഒത്തിരി വിഷമിച്ചിട്ടുമുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ എനിക്കിവിടെ ലഭിക്കുന്ന എനർജി വെച്ചിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുക, അതിനെപ്പറ്റി മാത്രം ഇങ്ങനെ ഒരുപാട് ചിന്തിക്കുക, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങൾ എന്താണോ അതിൽ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ആ പേഴ്സണെ കുറിച്ച് ഓർക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ഓർക്കുന്നില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമം വരാറുമുണ്ടായിരിക്കാം. പക്ഷെ അതിനെക്കുറിച്ച് മാത്രം ഇങ്ങനെ ഓർത്ത് ഒത്തിരി നേരം വിഷമിച്ചിരിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള നല്ല നല്ല കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങളുടെ ജീവിതത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാനായിട്ട്. നിങ്ങളുടെ കരിയറിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, അതിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ നല്ല നല്ല മാറ്റങ്ങൾ, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ നല്ല കാര്യങ്ങൾ, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം നിങ്ങളിൽ ഉണ്ടായിട്ടുള്ള നല്ല നല്ല മാറ്റങ്ങൾ എന്താണ്, ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങളിൽ ഉണ്ടായ നല്ല മാറ്റങ്ങൾ എന്താണ്, അതിനെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അല്ലാതെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കാതെ അതിൽ നിങ്ങൾക്കുണ്ടായ നല്ല മാറ്റം എന്താണ്, അത് കാരണം നിങ്ങളിലുണ്ടായ മാറ്റങ്ങൾ എന്താണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്നൊക്കെയാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇനി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി അത് കാരണം നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അതായത് ആ ഒരു വഴക്കുണ്ടായത് കാരണം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അതുപോലെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു, അതിനെക്കുറിച്ചൊക്കെയാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. എല്ലാവരെയും പോലെ സന്തോഷമായിട്ടിരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? അതുപോലെ നിങ്ങളും വളരെയധികം സന്തോഷമായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങൾ ഒരുപാട് സന്തോഷിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്തെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതലും ചിന്തിക്കാറ്. അല്ലാതെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച ആ സമയത്തെക്കുറിച്ചല്ല. അതിന് മുൻപ് നിങ്ങൾ ഒരുപാട് സന്തോഷിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്തെക്കുറിച്ച്, എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ സന്തോഷിക്കുന്നില്ല എന്നല്ല, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങൾ സന്തോഷിച്ച സമയം ഉണ്ടായിരുന്നു. ആ സമയത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ, അതിലാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നിങ്ങളുടെ കരിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിലാണ് നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുന്നത്. എന്ന് വിചാരിച്ച് നിങ്ങൾ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ആ പേഴ്സണെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്താണ്, അതിനെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഇനി ആ ഒരു വഴക്കിനെക്കുറിച്ച്, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് പോലും നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ടാണ് ചിന്തിക്കാൻ ശ്രമിക്കുന്നത്.
എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മേ ബി ആ പേഴ്സണായിരിക്കാം നിങ്ങളോട് വഴക്കിട്ടിട്ടുണ്ടായിരിക്കുക, പക്ഷേ നിങ്ങൾക്ക് ആ പേഴ്സണോട് ഇപ്പോൾ ദേഷ്യമൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല. ആ ഒരു സമയത്തുള്ള ദേഷ്യത്തിൽ ആ പേഴ്സൺ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ ആ പേഴ്സണോടും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്കൊരിക്കലും ആ പേഴ്സണോട് ഒരുപാട് ദേഷ്യമുള്ളതായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല. മേ ബി നിങ്ങൾക്ക് ചെറിയൊരു ദേഷ്യം ഉണ്ടായിരിക്കാം ആ പേഴ്സണോട്, അല്ലെങ്കിൽ ചെറുതായിട്ടൊരു വാശി ഉണ്ടായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും ആ പേഴ്സണോട് നിങ്ങൾക്ക് ഒത്തിരി ദേഷ്യമുള്ളതായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല. ആ പേഴ്സണോട് ദേഷ്യമുള്ളതായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല. മേ ബി ചിലപ്പോൾ ചെറിയ പിണക്കമുണ്ടായിരിക്കാം, ചെറിയ ദേഷ്യമുണ്ടായിരിക്കാം, പക്ഷേ ആ പേഴ്സണോട് ഒത്തിരി ദേഷ്യമുള്ളതായിട്ടൊന്നും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾ ആ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നുണ്ട്. അതായത് എന്തുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവുക, ആ പേഴ്സൻ്റെ മനസ്സിലെന്താണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അതായത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ആ പേഴ്സണെ നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പേഴ്സണോട് ഒരുപാട് ദേഷ്യം കാണിക്കാനോ അല്ലെങ്കിൽ ആ പേഴ്സണോട് ഒരുപാട് ദേഷ്യം നിങ്ങൾക്ക് തോന്നില്ല. നിങ്ങൾ എത്ര ശ്രമിച്ചാലും ആ പേഴ്സണെ മേ ബി നിങ്ങൾക്ക് മറക്കാൻ കഴിയുന്നുണ്ടാവില്ല. നിങ്ങൾ ആ പേഴ്സണെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾക്കതിന് സാധിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ പേഴ്സണെ നിങ്ങൾ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ആ പേഴ്സണെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനെക്കുറിച്ച് ഓർത്ത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കാതെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് അത്രത്തോളം നല്ലൊരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. എന്തായാലും അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. അതായത് നിങ്ങൾ അത്രത്തോളം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇനിയും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുക. ഓക്കെ, നമുക്ക് ആ പേഴ്സൺ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് ആ പേഴ്സൻ്റെ എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം. എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്ന 2 മെസ്സേജസ് എന്ന് പറയുന്നത്, ഒന്ന്, ആ പേഴ്സൺ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് വളരെയധികം ശക്തമായിട്ട് വിശ്വസിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം. അതായത് ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് നിങ്ങളും വിചാരിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം. ആ ഒരു കാര്യം, ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെടുക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു പുതിയ തുടക്കം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്ന് അവർ വളരെയധികം ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അത് മാത്രമാണ് ആ പേഴ്സൻ്റെ ഫീലിങ്സ് നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യം എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം എന്ന് മാത്രമാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത്. അത് മാത്രമാണ് ആ പേഴ്സൻ്റെ എനർജിയിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളത്. അതായത് ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്നുള്ള ആ പേഴ്സൻ്റെ ആ ഒരു ആഗ്രഹമാണ് ആ പേഴ്സൻ്റെ എനർജിയിൽ നിന്ന് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ എനർജി നോക്കിയപ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതെല്ലാം ഞാൻ നിങ്ങളോട് പറയുകയും ചെയ്തു. പക്ഷെ ആ പേഴ്സൻ്റെ എനർജിയിൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്നൊരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണം എന്നാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. മേ ബി ആ പേഴ്സൻ്റെ സ്നേഹം ആ പേഴ്സണ് തുറന്നു പറയാൻ സാധിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് പോലെ അതിന് ആ പേഴ്സണ് സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ആ പേഴ്സൺ വിശ്വസിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് തന്നെ അറിയാം ആ പേഴ്സൺ എത്രമാത്രമാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന്. ആ പേഴ്സൺ അറിയാവുന്നതിനേക്കാൾ, അതായത് ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യം ആ പേഴ്സൺ അറിയാമെങ്കിലും അതിനേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കതറിയാം എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് ആ പേഴ്സൺ അറിയാവുന്നതിനേക്കാൾ നിങ്ങൾക്കറിയാമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. കാരണം ആ പേഴ്സണെ നിങ്ങൾ അത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളുടെ എനർജി നോക്കിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ആ പേഴ്സണോട് അത്ര ദേഷ്യമുള്ളതായിട്ടോ അല്ലെങ്കിൽ അത്ര വലിയൊരു പിണക്കമുള്ളതായിട്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ ആ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നുണ്ട്, ആ പേഴ്സണെ നിങ്ങൾ അത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് ആ ഒരു മെസ്സേജിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ആ ഒരു കാര്യം, ആ ഒരു എനർജി എനിക്കിവിടെ ലഭിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ അത്രത്തോളം ആ പേഴ്സണെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ പേഴ്സണോട് അത്ര ദേഷ്യം തോന്നാത്തതും നിങ്ങൾ ആ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നതും. അത് ആ പേഴ്സൺ അറിയാം. അതായത് ആ പേഴ്സണെ നിങ്ങൾ എത്രത്തോളമാണ് മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് ആ പേഴ്സൺ അറിയാം.
അതുകൊണ്ട് തന്നെ ആ പേഴ്സണെ ഇത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾക്ക് തന്നെ അറിയാം എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്കത് അറിയാമെന്ന് ആ പേഴ്സൺ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അത്രമാത്രം ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ആ പേഴ്സണെ വളരെയധികം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ പേഴ്സൻ്റെ സ്നേഹവും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ, പിണക്കമുണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മറന്ന്, അതായത് ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷന് മുൻപ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പിണക്കമുണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മറന്ന് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണം എന്നതാണ് ആ പേഴ്സൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളെക്കാൾ കൂടുതലായിട്ട് ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുന്നത് ആ പേഴ്സണാണ്. നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആ പേഴ്സൺ ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒത്തിരി ചിന്തിക്കുന്നുണ്ട്. ഒത്തിരി നിങ്ങൾ ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഒരുപാട് നിങ്ങൾ അതിനെക്കുറിച്ച് മാത്രമായിട്ട് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒത്തിരി നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ചും ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനെക്കുറിച്ചും ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, ഒത്തിരി ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനെക്കുറിച്ച് ഓർത്ത് ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ പേഴ്സൻ്റെ ആ ഒരു വിഷമം എനിക്കിവിടെ ലഭിക്കുന്ന എനർജിയിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ വിഷമിക്കുന്നില്ല എന്നല്ല, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിഷമമില്ല എന്നല്ല, നിങ്ങൾക്കും വിഷമമുണ്ടായിരിക്കാം. നിങ്ങൾക്കും ആ പേഴ്സണെ കാണണമെന്നോ അല്ലെങ്കിൽ ആ പേഴ്സണോട് സംസാരിക്കണമെന്നോ ആഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷേ ആ പേഴ്സണ് വളരെയധികം ആഗ്രഹമുണ്ട്, അതുപോലെ ഒത്തിരി വിഷമവുമുണ്ട് ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ കാരണം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.